ഹലോ ഗൈസ്, എല്ലാവർക്കും സി എം ഫിഷിങ്ങിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും കുഞ്ഞും കൂടിയാണ് ഇന്ന് നമ്മുടെ ക്രോസ് ബോ ഫിഷിങ് അല്ലേ ഞാൻ. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് മീനാണ് നമ്മൾ പിടിക്കാൻ പോകുന്നത്? ചേർമീനോ വാഹയാണോ? എന്താ നമുക്ക് വേണ്ടതെന്ന്? വാഹയാണ്, മയിൽ വാഹ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു സ്പോട്ടിൽ പോയിട്ട് നമുക്ക് മയിൽ വാഹനെ കിട്ടിയായിരുന്നു, നീല കളറുള്ള നീല വാഹ. അപ്പോൾ കുഞ്ഞുവിന് ഭയങ്കരമായിട്ട് ആ മീൻ ഇഷ്ടപ്പെട്ടു. കറി വെച്ച് കഴിച്ചിട്ടല്ല, ശരിക്കും പറഞ്ഞാൽ ആ മീനിൻ്റെ ഭംഗി കൊണ്ട് ശരിക്കും കുഞ്ഞുവിന് ആ മീൻ ഇഷ്ടപ്പെട്ടു. അത് കാരണം കുഞ്ഞു പറഞ്ഞ് ഈ പ്രാവശ്യം നമുക്ക് വാഹനെ പിടിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാഹനെ പിടിക്കാനുള്ള സ്പോട്ടിലൊക്കെ ഇറങ്ങിയേക്കണം. അപ്പോൾ ഞാനും ഇന്ന് കുഞ്ഞും മാത്രമേ ഉള്ളൂ. പ്രദീപ് മച്ചാൻ ഇന്ന് വർക്കുള്ള കാരണം വർക്കിന് പോയിക്കണം. അപ്പോൾ ഇന്ന് ക്യാമറ ഷൂട്ടപ്പ് ചെയ്യണത് അത് കുഞ്ഞാണ്. ഇന്ന് വീഡിയോ എടുക്കാൻ പോകുന്ന കുഞ്ഞുൻ്റെ കയ്യിലാണ് ക്യാമറ കൊടുക്കണം അല്ലേ? കുഞ്ഞു നാട്ടൊക്കെ അടിക്കാനേ വീഡിയോ. അപ്പം നമ്മളിന്ന് ചേർമീനും വാഹയും അതേപോലെ തന്നെ കരിമീനും തിലോപ്പിയൊക്കെ ഒരു സ്പോട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേർമീനൊക്കെ നമുക്ക് അടിച്ചു പിടിക്കാം കാണുവാണെങ്കിൽ. അപ്പം എന്തായാലും നമുക്ക് ഒന്ന് ഫിഷിങ്ങിലൊക്കെ ഒന്ന് കറങ്ങി നോക്കിയാലോ കുഞ്ഞാപ്പ? അപ്പം എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേക്കേ. അപ്പം നമുക്ക് ഫിഷിങ്ങിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ സ്പോട്ടിൽ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നപ്പോൾ തന്നെ ഒരു വാഹ അതിലൂടെ പാസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ വാഹയുടെ പുറകെ ഞാൻ പതിയെ നടന്നു പോവുകയാണ്. വാഹ ഏകദേശം ഒരു 2 അടി താഴ്ചയിലാണ് വെള്ളത്തിൽ നിൽക്കുന്നത്. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവൻ പൊങ്ങുന്നത് നോക്കിയിട്ടാണ് ഞാൻ അവൻ്റെ പുറകെ പോകുന്നത്. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കണം. അവൻ പൊങ്ങുന്നില്ല. അവൻ പതിയെ മൂവ് ചെയ്ത് ആ പായലിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആ പായൽ കിടങ്ങൽ പിടിച്ചിടങ്ങണതിൻ്റെ ആ സൈഡിലേക്ക് പോയി. അവൻ പോയ സമയത്ത് തന്നെ അടുത്ത് നമ്മൾ നിന്ന സ്പോട്ടിൽ തന്നെ വീണ്ടും ഒരെണ്ണം വന്ന് നീരെടുക്കാൻ പോകുന്നു. അവിടെ നിന്ന് ചെറിയൊരു ഓളം കാണാം നമുക്ക്. തെങ്ങിൻ്റെ മേലിലേക്ക് ഒരു മടൽ ചാരി വെച്ചിരിക്കുന്നുണ്ട്. അവിടെയായിരുന്നു ഞാൻ നിന്ന് വെച്ചത്. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞു നമുക്ക് ഇനി ഒരിടത്തേക്ക് പോകണ്ട, ഈ ഒരു സ്പോട്ടിൽ തന്നെ വീണ്ടും നിൽക്കാം, ഇവിടെ തന്നെ എല്ലാം ഒന്ന് പൊങ്ങും എന്ന് പറഞ്ഞിട്ട് ഞാനും കുഞ്ഞും കൂടെ വീണ്ടും ആ സ്പോട്ടിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു വാഹയാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചത്. പൊങ്ങി വരുന്ന സമയത്ത് ഞാൻ കുഞ്ഞിനോട് ഷൂട്ട് കൊടുക്കാൻ പറയുവാണ്. കുഞ്ഞ് ഷൂട്ട് കൊടുത്തു. പക്ഷേ കുഞ്ഞു മീനെ നോക്കി നിൽക്കുകയാണ്. ക്യാമറ നേരെ നമ്മുടെ നേരെയാണ് പിടിച്ചാണ്. വൈഡ് ആംഗിൾ ലെൻസ് അല്ലാത്തത് കൊണ്ടായിരുന്നു നമ്മളെ ഫുള്ളായിട്ട് കാണാൻ പറ്റിയില്ല. അടിപൊളിയല്ലേ? ഫസ്റ്റ് അടിക്കുന്ന ഹെഡ് ഷൂട്ട് അടിക്കായിരുന്നു. അമ്മോ, ചേർമീനാടാ. അത് ഒറ്റ അടിക്കുന്ന ഹെഡ് ഷൂട്ടായിരുന്നു. അമ്മോ, കലക്കൻ ഷൂട്ട് വന്ന് ഫസ്റ്റ് അടിക്കാനല്ലേ അടിച്ചത്. അപ്പൊ മച്ചാന്മാരതെ നമ്മുടെ ആദ്യത്തെ കലക്കൻ്റെ ഒരു ചേർമീൻ വന്ന് ഫസ്റ്റ് ഷോട്ടായിരുന്നു. ഫസ്റ്റ് ഷോട്ടിൽ തന്നെ അടിപ്പുണ്ട് സാധനം. ഐറ്റം കണ്ടല്ലോ നമ്മുടെ പൊളി നമ്മുടെ ക്രോസ് ബോയിൽ തന്നെ ഫസ്റ്റ് വന്ന് കയറി വന്ന് ഫസ്റ്റ് അടിക്കുക തന്നെ മീൻ. എന്തായാലും ഒന്ന് കാണിച്ചേ, നന്നായിട്ടൊന്ന് കാണിച്ചേ. ഏകദേശം 1 kg വരുന്ന ഒരു മീനെ. അടിപൊളിയല്ലേ? അച്ഛൻ കാണിച്ചു കൊടുക്കാം, നന്നായിട്ട് കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് കയറി വരികയും തന്നെ അതെ ഈ അരികിൽ കണ്ട ഇതിന്റെ അരികിൽ നിന്ന് തന്നെയാണ് അടിച്ച സാധനം. ഈ കാണുന്ന പുല്ലിനകത്തുനിന്ന് നീരെടുക്കാണ്ട് പൊങ്ങി വന്നത്. കുറച്ച് നേരം ഞാൻ നോക്കി കേട്ടാ സ്പോട്ടിലില്ലേ. അവിടെ വലിയൊരു ചേർമീൻ പൊങ്ങി ഒറ്റൊരു വാഹ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ. ഇത് നീരെടുക്കുക ഇല്ല, അറ്റത്ത് നോക്കിയ പുല്ലിൻ്റെ അവിടെ ഇല്ല വന്ന് നീരെടുത്ത് കണ്ടാ. ആ 1 kg ടൈപ്പാണ്. അയ്യോടാ, അത് ഇവിടേക്ക് ഉണ്ട് കേട്ടോ. ഇവിടേക്ക് നീരെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ് ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ക്യാമറാമാൻ കുഞ്ഞുമാണ്. നമ്മുടെ പ്രദീപ് മച്ചാൻ ഇന്ന് വർക്കിന് പോകണ പറഞ്ഞ ആളെ ഇല്ല. അപ്പോൾ കുഞ്ഞു ഓക്കെ, അപ്പോൾ ആദ്യത്തെ മീനെ കിട്ടില്ല നമുക്ക്. ഓക്കെ, ഗുഡ്. അപ്പോൾ അടുത്ത ഷൂട്ടിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ആ അപ്പുറത്തെ കരയിൽ കണ്ട ചെറിയ മരത്തിൻ്റെ താഴെ 1-2 വാഹ പൊങ്ങുന്നതുകൊണ്ട് അതിനെ എയിം ചെയ്ത് നിൽക്കുവാണ്. അവിടെ പൊങ്ങുമ്പോൾ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട്. ഏകദേശം ഒരു 15-18 മീറ്റർ ദൂരമുണ്ട് കേട്ടോ നമുക്ക്. കൊടുത്ത് അടി കൊണ്ടു മണൽ വാ. അയ്യോടാ, ഉരിപ്പോയടാ.
അടി കൊണ്ടതായിരുന്നു കേട്ടോ. സാധനം ശരിക്കും പറഞ്ഞാൽ മിസ്സായിപ്പോയി. കാരണം അത്ര ലോങ് ആയതുകൊണ്ട് നമ്മൾ പിടിച്ചപ്പോൾ തന്നെ ഒരൊറ്റ വലിക്കുകയും അത് ഊരിപ്പോവുകയും ചെയ്തു. ദൂരെ നിന്നൊരു വാഹ വന്നത് കണ്ടിട്ട് ഞാൻ ഇത് ഒളിച്ച് നിൽക്കുവാണ്. പക്ഷേ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട പൊങ്ങി വന്ന വാഹ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വന്നപ്പോൾ താന്ന് കളഞ്ഞ് ഞാൻ നിൽക്കുന്നതിൻ്റെ നേരെ ആ ഭാഗത്തൂടെ താഴെ കൂടിയാണ് ശരിക്കും പോയത്. അപ്പോൾ താഴെ കൂടെ വന്നിട്ടാണ് ഇപ്പുറത്തൊന്ന് പോകുന്നത്. ഏകദേശം ഒരു 4 കിലോയെങ്കിലും വരുന്നൊരു നല്ല നീലവാഹയായിരുന്നു കേട്ടോ. ശരിക്കും നമുക്കത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്നത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അതെ, ഞാൻ ഇനി ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോണം. ഞാൻ പച്ച തീ കൂടി വന്നിട്ടും കണ്ടില്ലത്. ആ ഓക്കെ ഓക്കെ സെറ്റ് ഓക്കെ. അപ്പോൾ അതെ നമ്മൾ ലോഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫിഷിങ് നിർത്താൻ പോവുകയാണ്. അപ്പോൾ ഈ ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന അമ്പ് നമുക്ക് എന്തായാലും ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് മടക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും നോക്കുന്നില്ല, വെറുതെ ജസ്റ്റ് ഒരു ഷൂട്ടാണ്. ഓക്കെ അടിച്ചാലോ? അല്ല ഈ യെല്ലോ ഇല. ഓക്കെ അല്ലേ? ഓക്കെ. കൊറച്ചല്ലേ ഇല ഒത്തിരി കീറിപ്പോയല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ഫിഷിങ് നിർത്തും. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ മീൻ നമ്മൾ ചാക്കിലിട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മീനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഗേസ് ഇതേ നമുക്ക് കിട്ടിയ ഒരു മീനേ ഉള്ളൂ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ മീനെ ചാക്കിൽ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഓക്കെ. അതിൻ്റെ നേരത്തെ കുറച്ച് നൂലൊക്കെ പറ്റിയിരിക്കുന്നത്. അവനിപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടുള്ള ഇവനെ അടിച്ചിട്ട് അത് കഴിഞ്ഞ് അധികം നേരം നമ്മൾ ഒരു മണിക്കൂർ നോക്കിയത് തല ഹെഡ് ഷൂട്ടായ കാരണം തല വളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അധികം നേരം നമ്മൾ നോക്കാൻ നിന്നില്ല, കാരണം കുഞ്ഞുള്ള കാരണം നമ്മൾ നേരത്തെ പോവുകയാണ്. അപ്പോൾ ഒരു മീൻ കിട്ടി, പക്ഷേ നമ്മൾ 1 മണിക്കൂറോളം പിന്നെ നോക്കിയിട്ട് നമുക്ക് വേറെ മീനൊന്നും കിട്ടാത്ത കാരണം നമ്മൾ ഷൂട്ട് നിർത്തുകയാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പിസ്റ്റൾ ക്രോസ് ബോയുടെ നീളം കാണണം അല്ലേ? ഇത്ര നീളം ഉണ്ടല്ലേ? കറക്റ്റ് നീളം അല്ലേ? അല്ല, കറക്റ്റ് ആ ഒരു നീളത്തിലുള്ള ഒരു ചേർമയാക്കിയിട്ടിരിക്കുന്നത്. ഏകദേശം ഒരു കിലോ കസ്റ്റ് കാണും കേട്ടോ. 1 കിലോ തികച്ചല്ലെന്ന് എനിക്ക് തോന്നുന്നു. 1 കിലോ മാക്സിമം, അത് കൂടുതൽ ചാൻസ് ഇല്ല. ഓക്കെ. അപ്പോൾ കുഞ്ഞുമായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോഗ്രാഫർ കുഞ്ഞുമായിരുന്നു. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയൊക്കെ ശുഭദിനം നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.